ലിമിറ്റ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഡൽ പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റ് സ്റ്റേറ്റ് തന്നെ രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് ബെൻഡിങ് അല്ലെങ്കിൽ ഫ്ലെക്ചർ ആണ്, പിന്നെ ഷിയർ, ദെൻ ടോർഷൻ, ദെൻ കംപ്രഷൻ. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി എടുത്താൽ ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വൈബ്രേഷൻസിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കോഡൽ പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് കോൺക്രീറ്റ് സാമ്പിൾസ് നമ്മൾ എടുക്കുകയാണ്, കോൺക്രീറ്റ് ക്യൂബ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് FCK ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് സെറ്റ് ഓഫ് കോൺക്രീറ്റ് ക്യൂബ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ FCK വാല്യൂവിനേക്കാളും കുറഞ്ഞ സ്ട്രെങ്ത് ഉള്ള സാമ്പിൾ എന്ന് പറയുന്നത് ആ ഒരു വലിയ ലോട്ടിൽ നിന്നും 5% കൂടാനായിട്ട് പാടില്ല. അതായത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് മീൻസ് ദ വാല്യൂ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ റിസൾട്ട് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ. ഇതിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മെറ്റീരിയലിൻ്റെ ഡിസൈനിൻ്റെ സമയത്ത് നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് വെച്ചിട്ടാണ് ഡിസൈൻ സ്ട്രെങ്ത് എത്ര കൺസിഡർ ചെയ്യണം എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമുക്കറിയാം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കോൺക്രീറ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിസൈൻ സ്ട്രെങ്ത്തിനാണ് കോൺക്രീറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡിസൈൻ സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് ദി കോൺക്രീറ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്തിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു FCK എന്നുള്ളത് ക്യൂബിൻ്റെ കംപ്രഷൻ ടെസ്റ്റ് വഴി അവർക്ക് എത്ര സ്ട്രെങ്ത് കിട്ടുന്നു അതിനാണ് നമ്മൾ FCK കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ, അതായത് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ക്യൂബിൻ്റെ പോലെയുള്ള ആസ്പെക്ട് റേഷ്യോയും കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുന്നത്. ഇവരുടെ സൈസ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ ഇവരുടെ സ്ലെൻഡർനെസ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ FCK നമ്മൾ ക്യൂബിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ്. പക്ഷേ കുറച്ചും കൂടി വലിയൊരു സ്ട്രക്ചർ വരുമ്പോൾ അത്രയും FCK തന്നെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്ട്രക്ചറുകളിലേക്ക് വരുമ്പോഴേക്കും 67% ഓഫ് FCK മാത്രമായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുന്ന സ്ട്രെങ്ത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലേക്ക് വരുമ്പോഴേക്കും ആ സ്ട്രക്ചർ ബീം ആവാം, കോളം ആവാം, സ്ലാബ് ആവാം, അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.65 ടൈംസ് ദാറ്റ് ഓഫ് ദി FCK ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സിലിണ്ടറിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനേക്കാളും 0.8 ടൈംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ വരുമ്പോഴേക്കും ഇറ്റ് ഈസ് ഓൺലി 0.67 ടൈംസ് ദാറ്റ് ഓഫ് ദി FCK ആണ് വരുന്നത്. അപ്പോൾ 0.67 FCK is a characteristic strength for the beam or columns or the slabs. That is divided by partial safety factor. Partial safety factor for the concrete according to IS 456 എന്ന് പറയുന്നത് it is 1.5 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 1.5 അങ്ങനെയാണ് നമുക്ക് 0.45 FCK എന്ന് കിട്ടുന്നു. സോ ഇറ്റ് ഈസ് എ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ബൈ IS 456/2000. സ്റ്റീലിൻ്റെ കേസ് എടുത്താൽ സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഈൽഡ് വാല്യൂ അല്ലെന്നുണ്ടെങ്കിൽ FY ആണ്. സോ FY ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് ദി സ്റ്റീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.15 ആണ്. സോ ഇറ്റ് ഈസ് 0.87 FY ആണ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സ്ട്രെങ്ത്തിന് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ ലോഡിനും കൂടി ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഓരോ കണ്ടീഷനിലും ഈ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് ലോഡിൻ്റെ കേസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ 100 കിലോ ന്യൂട്ടൺ ആണ് ഒരു സ്ട്രക്ചറിലേക്ക് വരാൻ സാധ്യതയുള്ള ലോഡ് എന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ദ ലോഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചും കൂടി കൂടിയ ഒരു ലോഡിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലോഡ് വാല്യൂ
നമ്മുടെ ഒരു സ്ട്രക്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 95% കേസസിലും ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടാനായിട്ട് ചാൻസ് ഇല്ല ലോഡ് ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സ്ട്രക്ചർ. ഇതിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറയുന്നത്. സോ ഡിസൈൻ ലോഡ് ഇസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ദി ലോഡ്. അപ്പോൾ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ഡിഫറെൻറ്റ് ലോഡ് കണ്ടീഷൻസ് പറയുന്നത്. DL കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെഡ് ലോഡ്, LL കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈവ് ലോഡ്, WL എന്ന് പറഞ്ഞാൽ വിൻഡ് ലോഡാണ്, പിന്നെ എർത്ത് ലോഡും ഉണ്ട്, EL എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് കൊളാപ്സ് എടുത്ത് നോക്കിയാൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ദ ലോഡ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വരുന്നത് രണ്ടിൻ്റെയും കേസിൽ 1.5 തന്നെയാണ്. ദെൻ ഡെഡ് ലോഡും വിൻഡ് ലോഡും ആണ് കൺസിഡർ ചെയ്യുന്നത് 1.5 അല്ലെന്നുണ്ടെങ്കിൽ 0.9 വരും. ഫോർ ദി ഡെഡ് ലോഡ്, വിൻഡ് ലോഡിൻ്റെ കേസിൽ ഇറ്റ് ഇസ് 1.5. ഡെഡ് ലോഡും ലൈവ് ലോഡും വിൻഡ് ലോഡുമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 3 എണ്ണത്തിനും 1.2 ആയിരിക്കും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെയാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയുടെ കേസിൽ. ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ രണ്ടിനും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം സർവീസബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ലോഡിന് വേണ്ടി അല്ലെങ്കിൽ വർക്കിംഗ് ലോഡിന് വേണ്ടിയിട്ടായിരിക്കും മെയിനായിട്ട് ഡിസൈൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സർവീസബിലിറ്റിയിൽ വർക്കിംഗ് ലോഡിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ 1 ആണ് അതിൻ്റെ കേസിൽ വരുന്നത്. പിന്നെ ഒരു മാറ്റമുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഡെഡ് ലോഡും ലൈവ് ലോഡും വിൻഡ് ലോഡും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഡ് ലോഡിൻ്റെ കേസിൽ വർക്കിംഗ് ലോഡ് തന്നെയായിരിക്കും, അതായത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഇൻ കേസ് ഓഫ് ദി ലൈവ് ലോഡ് ആൻഡ് ദ വിൻഡ് ലോഡ് 0.8ഉം 0.8ഉം ആയിരിക്കും വരുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിൻഡ് ലോഡും എർത്ത് ലോഡും ഒന്നും ഒരുമിച്ച് കൺസിഡർ ചെയ്യത്തില്ല. ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ലോഡ് നമ്മൾ കണ്ടു, അതായത് ഒന്നുകിൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് അല്ലെങ്കിൽ ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് കൺസിഡർ ചെയ്യും, പിന്നെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, ഈ 3 കോമ്പിനേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല, അതായത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് പ്ലസ് എർത്ത് ലോഡ്, അത്രയും ഒരു കണ്ടീഷൻ ഇല്ല. കാരണം അതെന്ന് പറയുന്ന ഒരു ഹൈ വാല്യൂ ഓഫ് ലോഡ് ആയിരിക്കും. അപ്പോൾ അത്രയും സിറ്റുവേഷൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രക്ചേഴ്സിന് ഡിസൈൻ ചെയ്യുന്ന കണ്ടീഷനുകൾ പ്രാക്ടിക്കലി വരാറില്ല. അപ്പോൾ അത്രയും ലോഡിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ഒരു സെറ്റ് ഓഫ് ലോഡ്സ് തന്നിട്ടുണ്ട്. ഡെഡ് ലോഡ് ഇത്രയാണ്, ലൈവ് ലോഡ് ഇത്രയാണ്, അല്ലെന്നുണ്ടെങ്കിൽ വിൻഡ് ലോഡ് ഇത്രയാണ്, അങ്ങനെ നമ്മൾ തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ 3 ലോഡ് കോമ്പിനേഷനുകൾക്കും എഴുതി നോക്കുക. ഓരോന്നിനും ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഏറ്റവും കൂടുതൽ ലോഡ് കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള വാല്യൂ ഏതിനാണ് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് അബൌട്ട് ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ദി ലോഡ്സ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് വരാം, അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിലെ ഫ്ലെക്ചറിൻ്റെ അസംഷൻസ്. ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സെക്ഷൻ റിമൈൻസ് പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്. അപ്പോൾ ബെൻഡിങ് കഴിഞ്ഞു കഴിഞ്ഞാലും സെക്ഷൻ പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ അസംഷൻ. ആക്ച്വലി അങ്ങനെ ഇരിക്കാനുള്ള സാധ്യതകൾ ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു റിയൽ ആയിട്ടുള്ള ബീം, അത് മൊമെൻറ്റ് കാരണം ഇതുപോലെ ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ ബെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു ബെൻഡിങ് സെക്ഷനാണ്. ഈ ഒരു ബെൻഡിങ് സെക്ഷൻ എന്ന് പറഞ്ഞത് സ്ട്രെയിറ്റ് ആയിരുന്നു എങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തുടരും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ആക്ച്വലി ഇതിൻ്റെ ഡിഫ്ലക്ഷൻ കാരണം ഇറ്റ് വിൽ ബി സംതിങ് ഒരു കേർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വി ആർ അസ്യൂമിങ് ദാറ്റ് ദ സ്ട്രെയിൻ ഓവർ ദിസ് ക്രോസ് സെക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ലീനിയർ. രണ്ടാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ അസംഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ ദ കോൺക്രീറ്റ് ഈസ് ലിമിറ്റഡ് ടു 0.0035. ദെൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ദ കോൺക്രീറ്റിൻ്റെ കാര്യമാണ് അടുത്തൊരു അസംഷൻ എന്ന് പറയുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ദ കോൺക്രീറ്റ് ഒറിജിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കർവ് ആണ് നമുക്ക് കിട്ടുന്നത്. മാക്സിമം ലോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു 0.2% പ്രൂഫ് സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മാക്സിമം ലോഡ് വരുന്നത്. അതാണ് നമ്മൾ FCK വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ഐഡിയലൈസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐഡിയലൈസ് ചെയ്ത് വരയ്ക്കുന്നത്
ഹാഫ് ഒരു പോർഷൻ ഇറ്റ് വിൽ ബി പാരബോള, ദെൻ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് രീതിയിലായിരിക്കും ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ദി കോൺക്രീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു IS 456. അപ്പോൾ ഇത് FCKയുടെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 0.67 FCK സ്ട്രക്ചറിലേക്ക് വരുമ്പോഴേക്കും 0.67 FCKയുടെ ടേംസിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വിത്ത് കൺസിഡറിങ് ദി പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, അതായത് കോൺക്രീറ്റിൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആണ് ഇൻ കേസ് ഓഫ് ദ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. വർക്കിംഗ് സ്റ്റേറ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 3 ആണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം. അപ്പോൾ അത് വെച്ചിട്ടും കൂടി കർവ് വരച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് പകുതി സെക്ഷൻ എന്ന് പറയുന്നത് അപ് ടു 0.002 സ്ട്രെയിൻ വരെ ഇതൊരു പാരബോള ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐഡിയലൈസ്ഡ് കർവ് ഫോർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് വിൽ ബി ഹാഫ് പാരബോള ആൻഡ് ഹാഫ് റെക്ടാങ്കുലർ. നെക്സ്റ്റ് വൺ പറയുന്നതെന്ന് വെച്ചാൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇഗ്നോർഡ്. നമുക്കറിയാം ടെൻസൈൽ ആയിട്ടുള്ള സെക്ഷനിൽ വരുമ്പോഴേക്കും ഫുൾ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ് എടുക്കുന്നത് സ്റ്റീൽ മാത്രമാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റഡ് ടു ദി സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് ദി സ്റ്റീൽ അണ്ടർ കംപ്രഷൻ ആൻഡ് ടെൻഷൻ ഈസ് ആസ് ഫോളോസ്. അതും ഐഡിയലൈസ്ഡ് ചെയ്ത് കംപ്ലീറ്റ്ലി ലീനിയർ ആയിട്ടുള്ള രീതിയിലാണ്. ഇതാണ് ഒറിജിനൽ മൈൽഡ് സ്റ്റീലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഒറിജിനൽ കർവ്. അതിനെ നമ്മൾ ഐഡിയലൈസ്ഡ് ചെയ്ത് കംപ്ലീറ്റ്ലി ലീനിയർ ആയിട്ടുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ മാക്സിമം സ്ട്രെയിൻ ഇൻ ദ ടെൻഷൻ സ്റ്റീൽ അറ്റ് ദ ടൈം ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ FY ഡിവൈഡഡ് ബൈ 1.15 ES പ്ലസ് 0.002 ആയിരിക്കണം. സോ ഫെയിലിയറിൻ്റെ സമയത്ത് സ്റ്റീലിനകത്ത് ഉള്ള മാക്സിമം ടെൻഷൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി more than 0.002 plus FY divided by 1.15 ES ആയിരിക്കണം. These are all the important assumptions that is taken in the limit state of collapse for flexure. ഇനി കുറച്ച് വാല്യൂസ് കാര്യങ്ങളൊക്കെ കോഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കാര്യങ്ങളൊക്കെ ഒരു കോൺക്രീറ്റ് സെക്ഷൻ്റെ കേസിലുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അനാലിസിസ് ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക്. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ബീം സെക്ഷൻ ആണെന്ന്, റെക്ടാങ്കുലർ ബീം സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. റെക്ടാങ്കുലർ ബീം സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. AST എമൗണ്ട് ഓഫ് സ്റ്റീൽ, ഏരിയ ഓഫ് സ്റ്റീലിൻ ടെൻഷൻ, അതാണ് AST എന്ന് പറയുന്നത്. AST എമൗണ്ട് ഓഫ് സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. B ഈസ് ദി വിഡ്ത്ത് ആൻഡ് D ഈസ് ദി എഫക്റ്റീവ് ഡെപ്ത്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ D ആണ് ഇതിൻ്റെ ഓവറോൾ ഡെപ്ത് ഓഫ് ദ ബീം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കവർ മൈനസ് ചെയ്താൽ ബാക്കി എത്രയുണ്ട് അതിനാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ സ്മോൾ d എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഫ്രം ടോപ്പ് ഫൈബർ ഓഫ് ദ ബീം ടു ദി സെൻറ്റർ ഓഫ് ദി ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അതിനാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. നമുക്കറിയാം in case of the concrete, the maximum strain on the top fiber എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.0035 ആണ്. ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത് ഒബിയസ്ലി ടോപ്പ് ഫൈബറിൽ ആയിരിക്കും. അത് വിൽ ബി ഈക്വൽ ടു 0.0035 ആണ്. ഫെയിലിയറിൻ്റെ സമയത്തായിരിക്കും മാക്സിമം സ്ട്രെയിൻ ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരാൻ പറ്റുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 0.002 പ്ലസ് FY ഡിവൈഡഡ് ബൈ 1.15 ഡിവൈഡഡ് ബൈ ES ആണ് വരേണ്ടത്. സോ അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെസ് ഡയഗ്രത്തിലേക്ക് വരാം. സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ കേസിൽ നമ്മൾ ടോപ്പിൽ നോക്കിയാൽ ദിസ് ഈസ് എ ന്യൂട്രൽ ആക്സിസ്. നമുക്കറിയാം ന്യൂട്രൽ ആക്സിസിന് എബൌട്ടായിട്ട് ദർ ഇസ് നോ ടെൻഷൻ, നോ കംപ്രഷൻ. അവിടെ ടെൻഷൻ ഫോഴ്സും അല്ല കംപ്രഷൻ ഫോഴ്സും അല്ല. അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 0 വാല്യൂ ആണ് ഉണ്ടാവുക. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ എന്തായിരിക്കും? കംപ്രഷൻ ആയിരിക്കും, താഴെ ടെൻഷൻ ആയിരിക്കും. ഈ വരുന്ന താഴത്തെ പോർഷൻ ന്യൂട്രൽ ആക്സിസിന് താഴെ വരുന്ന ടെൻഷൻ ഫുൾ എടുക്കുന്നത് ആര് മാത്രമാണ്? നമ്മുടെ സ്റ്റീൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു
ടെൻസൈൽ സ്ട്രെസ് മാത്രം കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ വരുന്നത് നമുക്കറിയാം സ്റ്റീൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റീലിൻ്റെ ഡിസൈൻ സ്ട്രെസ് എത്രയാണ്? 0.87 FY ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദിസ് സ്ട്രെസ് മൾട്ടിപ്ലൈഡ് ബൈ ദി ഏരിയ ഓഫ് ദ സ്റ്റീലാണ്. ദാറ്റ് ഇസ് 0.87 FY ഇൻറ്റു AST ആണ് ടെൻഷൻ ഫോഴ്സ് ദാറ്റ് ഇസ് ആക്ടിങ് ഓൺ ദി സ്റ്റീൽ. അതുപോലെ തന്നെ നമുക്ക് ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലേക്ക് വരാം. അവിടെയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം സ്ട്രെസ് ദാറ്റ് ഇസ് ദ മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ് ഇൻ ദി കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.45 FCK വാല്യൂ ആയിരിക്കും. സോ ലോഡിങ് വരുമ്പോഴേക്കും ഏറ്റവും മാക്സിമം കംപ്രസീവ് സ്ട്രെസ് വരുന്ന കേസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ടോപ്പ് ഫൈബറിലായിരിക്കും. സോ അവിടുത്തെ വാല്യൂ നമ്മൾ ഇവിടെ 0.446 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് 0.45 FCK ആണ് വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് പോർഷൻ വരെ ഈ ഒരു സ്ട്രെസ് ആയിരിക്കും. പിന്നെ ന്യൂട്രൽ ആക്സിസിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു സ്ട്രെസ് വാല്യൂ കുറഞ്ഞ് അപ്രോക്സിമേറ്റ്ലി ഒരു 0 വാല്യൂവിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതാണ് സ്ട്രെസ് ബ്ലോക്ക് ഇൻ കേസ് ഓഫ് എ ബീം റെക്ടാങ്കുലർ ബീം സെക്ഷൻ വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് നമുക്ക് കൊടുത്തിരിക്കുന്നത് സ്ട്രെസ് ബ്ലോക്കാണ്. അപ്പോൾ സ്ട്രെസ് ബ്ലോക്കിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഫോഴ്സാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എബവ് ദ ന്യൂട്രൽ ആക്സിസ്, ഇതാണ് ന്യൂട്രൽ ആക്സിസ്. എബവ് ദ ന്യൂട്രൽ ആക്സിസ് നമുക്കറിയാം ഇറ്റ് ഇസ് ടോട്ടലി കംപ്രസീവ് ഫോഴ്സ് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. ടോട്ടൽ കംപ്രഷൻ ഫോഴ്സ് ആണ് വരുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് we have to take the area of this stress block. ഈ സ്ട്രെസ് ബ്ലോക്കിന് ടോട്ടൽ എത്രത്തോളം ഏരിയ വരും അതായിരിക്കും ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ ദ കോൺക്രീറ്റ് എബവ് ദ ന്യൂട്രൽ ആക്സസ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ വരുന്നത് IS കോഡ് അനുസരിച്ച്, IS കോഡ് ഓൾറെഡി ഇതിൻ്റെ വാല്യൂസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 0.36 FCK B into XU ആണ്. വെയർ XU ഈസ് ദി ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സസ്, ഫ്രം ദി ടോപ്പ് കംപ്രഷൻ ഫൈബർ. B ഈസ് ദി വിഡ്ത്ത് ഓഫ് ദി ബീം സെക്ഷൻ ആൻഡ് FCK ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ദ ഏരിയ ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക് ഇൻ കംപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0.36 FCK BXU ആണ്. ആക്ച്വലി ഇതിനെല്ലാം ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ കംപ്രസീവ് ഫോഴ്സ് ഫ്രം ദ ടോപ്പ് ഫൈബർ ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതൊക്കെ ഒന്ന് മായ്ച്ചേക്കാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക് ഫ്രം ദി ടോപ്പ് ഫൈബറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് എന്നുള്ളതാണ്. ഇതാണ് ടോപ്പ് ഫൈബർ എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എബൌട്ട് ആയിട്ടായിരിക്കുമല്ലോ ഒബ്വിയസ്ലി കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അത് വന്നിട്ട് 0.42 ടൈംസ് XU ആയിരിക്കും. സോ ടോപ്പ് ഫൈബറിൽ നിന്നും ഇറ്റ് ഈസ് 0.42 ടൈംസ് XUയിലായിരിക്കും നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക്. ഈ രണ്ട് വാല്യൂസും കോഡിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആക്ച്വലി ഡെറിവേഷനിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അതിനൊന്നും കണ്ടുപിടിക്കുന്നില്ല. കോഡിൽ വാല്യൂസ് മാത്രം പഠിച്ച് പോവുക. ഇനി അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഈസ് സം ലിമിറ്റിംഗ് വാല്യൂ ഫോർ ദി ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സസ്. ഈ ഒരു ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റേഷ്യോ, അതായത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദി ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സസ് XU ലിമിറ്റ് ഡിവൈഡഡ് ബൈ D അല്ലെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് ഓഫ് സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഇതെല്ലാം ഡെറിവേഷനുള്ള വാല്യൂസ് ആണ്, പക്ഷേ കോഡിൽ എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ FE 250 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 0.53, FE 415 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 0.42, FE 500 ആണെങ്കിൽ ഇറ്റ് ഇസ് 0.46 ആണ്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് XU ലിമിറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോസ് ആണ് തന്നിരിക്കുന്നത് ഫോർ ദ ഡിഫറെൻറ്റ് ഈൽഡ് ഓഫ് സ്റ്റീൽ. ഈ വാല്യൂസ് തന്നെ ഇതിപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് LSMൻ്റെ കേസിലാണ്. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. WSMൻ്റെ കേസിൽ എന്തായാലും ഇവിടെ തന്നെ അതങ്ങ് പറഞ്ഞേക്കാം, കോഡിൽ പറയുന്നില്ല, പക്ഷേ നമ്മളിതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. WSMൻ്റെ കേസിൽ XC അതാണ് അവിടുത്തെ ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസിൻ്റെ ഡിനോട്ടേഷൻ. XC ഡിവൈഡഡ് ബൈ D വാല്യൂസ് എന്ന് പറയുന്നത് ഫോർ 3 ഡിഫറെൻറ്റ് സ്റ്റീൽ, മൂന്നിനും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. 0.4, 0.289, 0.253. ഓക്കെ, 0.253 ആണ്. 0.25
253. So these are the 3 values in case of WSM. ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. Okay, this is about the neutral axis divided by effective depth ratio. ഇത് ചില ക്വസ്റ്റ്യനുകളിൽ നമുക്ക് ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് എത്രയാണ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ കണ്ടു. അപ്പോൾ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് കംപ്രഷൻ എബവ് ദ ന്യൂട്രൽ ആക്സിസ് ഷുഡ് ബി ഈക്വൽ ടു ദ ടെൻഷൻ a force that is acting below the neutral axis. Compressive force above the neutral axis should be equal to the tension force below the neutral axis ആയിരിക്കണം. നമുക്കറിയാം compressive force എന്ന് പറയുന്നത് that is the ഏരിയ ഓഫ് ദ സ്ട്രെസ് ഡയഗ്രാം ആണ്. നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചു, കോഡിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെറിവേഷൻ വഴി നമുക്ക് അതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് 0. Compressive force is equal to 0.36 FCKB into XU എന്നുള്ളതാണ് കംപ്രസീവ് ഫോഴ്സ് ദാറ്റ് ഇസ് ആക്ടിങ് എബവ് ദ ന്യൂട്രൽ ആക്സിസ്. ആൻഡ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റീലിന് എടുക്കാൻ വരുന്ന സ്ട്രെസ് എത്രയാണ്, അതിൻ്റെ ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് 0.87 FY ആണ്. അതേ ഇൻറ്റു ഏരിയ ഓഫ് ദി സ്റ്റീൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.87 FY ഇൻറ്റു AST ആണ്. സോ ഈ XU വാല്യൂ ദാറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ഇക്വേറ്റ് ദിസ് ടു ഇക്വേഷൻ. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വി ആർ getting XU is equal to 0.87 FYAST divided by 0.36 FCKB into XU. So this is the equation for finding the depth of the neutral axis. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ഇവിടെ XU ഇല്ല, ഇവിടെ XU വരില്ല. This is the equation for finding the depth of the neutral axis. ഇത് വെച്ച് പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷൻസിനെ പറ്റിയിട്ട് നോക്കാം. ഇപ്പോൾ RCC സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ 3 രീതിയിലാണ് വരുന്നത്. ഇതൊന്നും കോഡിൽ പറയുന്ന കാര്യങ്ങളല്ല, പക്ഷേ നമ്മളിപ്പോൾ XU കാര്യങ്ങളൊക്കെ പഠിച്ചു, XU ലിമിറ്റിൻ്റെ വാല്യൂ എല്ലാം പഠിച്ച സ്ഥിതിക്ക് ഇതും കൂടി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ദ ടെൻഷൻ സ്റ്റീൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ്. ആ പേരിൽ തന്നെയുണ്ട് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയിട്ട് ഒരു കോൺക്രീറ്റ് സെക്ഷൻ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കോൺക്രീറ്റും സ്റ്റീലും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം ഫെയിൽ ആവുന്നത് സ്റ്റീലായിരിക്കും. അപ്പോൾ സ്റ്റീൽ ആദ്യമേ ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റപ്ചറായി കൊലാപ്സായി പോകുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റീൽ ആദ്യമേ ഈൽഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈൽഡ് ചെയ്യുന്ന പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് ചുറ്റും ഇരിക്കുന്ന കോൺക്രീറ്റിനെയും ഈ ഒരു സ്ട്രെസ്, ഈ ഒരു ഈൽഡിങ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ കോൺക്രീറ്റ് പതുക്കെ ആ ഒരു സ്റ്റീലിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ പാളിയായിട്ട് ഇളകി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പാളിയായിട്ട് സ്റ്റീൽ ഇളകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഫെയിലിയർ ആവാൻ പോകുന്ന കണ്ടീഷനാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാവും. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഒരു കോൺക്രീറ്റിൻ്റെ കൊളാപ്സിൻ്റെ ഒരു വാർണിംഗ് നമുക്ക് കിട്ടും. അതാണ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഒരു കണ്ടീഷൻ. മറ്റൊരു കണ്ടീഷനും കൂടിയുണ്ട്. നമ്മൾ XU നേരത്തെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു കോൺക്രീറ്റ് സെക്ഷന് വേണ്ടിയിട്ട് XU കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഇക്വേഷൻ വെച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ XU നമ്മൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ XU ലിമിറ്റും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ബിക്കോസ് വി ഹാവ് ദ വാല്യൂസ് വിത്ത് അസ്. XU ലിമിറ്റ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് വാല്യൂസ് ഓരോ സ്റ്റീലിന് വേണ്ടിയിട്ടുള്ളതും നമ്മുടെ അടുത്ത് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് XU ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കോൺക്രീറ്റ് സെക്ഷൻ അനാലിസിസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് തരുവാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഇഫ് ദാറ്റ് സെക്ഷൻ ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ XUവിൻ്റെ വാല്യൂ ഈ XUവിൻ്റെ വാല്യൂ വന്നിട്ട് ലെസ് ദാൻ XU ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ വിൽ ബി ആൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് സെക്ഷനാണ്. ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ XU ഈസ് ഈക്വൽ ടു ദി XU ലിമിറ്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് ഡിസൈറബിൾ എമൗണ്ട് ഓഫ് സ്റ്റീൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റും സ്റ്റീലും ഒരേ സമയത്ത് തന്നെയാണ് ഫെയിൽ ആവുന്നത് എന്നാണ്
ബാലൻസ്ഡ് സെക്ഷനിലുള്ള അസംഷൻ, അതായത് കോൺക്രീറ്റിൽ മാക്സിമം സ്ട്രെയിൻ എത്തുമ്പോൾ തന്നെ ടെൻഷൻ സ്റ്റീലിൽ മാക്സിമം സ്ട്രെയിനിലേക്ക് എത്തും അറ്റ് ദ ടൈം ഓഫ് ദി ഫെയിലിയർ. അതിനാണ് നമ്മൾ ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ XU is equal to XU limit in case of the balanced section. നെക്സ്റ്റ് വൺ വന്നിട്ട് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. ഒബ്വിയസ്ലി ഈ ഒരു കേസിൽ XU will be greater than the XU limit ആയിരിക്കും. XU will be greater than the XU limit in case of the over reinforced section. The amount of steel in the section is such that the strain in the concrete is 0.0035 and the strain in the tension steel is less than 0.002 plus 0.87 FY divided by ES. ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാം, കോൺക്രീറ്റ് അതിൻ്റെ മാക്സിമം സ്ട്രെയിൻ വാല്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞു, അതിനുശേഷം അപ്പോഴും സ്റ്റീൽ അതിൻ്റെ മാക്സിമം സ്ട്രെയിൻ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈൽഡിങ് വാല്യൂവിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആദ്യമേ ഫെയിൽ ആവുകയാണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് അതിൻ്റെ മാക്സിമം എത്ര സ്ട്രെയിൻ എടുക്കാൻ പറ്റും ആ ഒരു സ്ട്രെയിൻ വാല്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ കോൺക്രീറ്റ് സഡൻ ആയിട്ട് ബ്രിട്ടിലായിട്ട് ഉള്ള ഫെയിലിയർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മുൻകൂട്ടി ഒരു രീതിയിലുള്ള വാർണിംഗ്, ഇതിപ്പോൾ ഓക്കെ ഇത് പൊളിയാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർണിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് ദ ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഡിസൈൻ എ സെക്ഷൻ. ഒരു സെക്ഷൻ നമ്മളടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സെക്ഷൻ ഇത്ര ലോഡിന് വേണ്ടിയിട്ട് ഒരു ബീം സെക്ഷൻ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് തന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡിസൈൻ ഇറ്റ് ആസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഒരു രീതിയിൽ നമ്മൾ അതിനെ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പാടില്ല. സോ നമ്മളിപ്പോൾ കണ്ടു ഏതൊക്കെ തരത്തിലാണ് ഈ സ്ട്രക്ചേഴ്സ് ഫെയിലിയർ ആവാനുള്ള കേസസ് പറയുന്നത്. ഒന്നാമത്തെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ സെക്കൻഡറി കംപ്രഷൻ ഫെയിലിയർ ആണ് മെയിനായിട്ട് നടക്കാറുള്ളത്. ടെൻഷൻ ഫെയിലിയർ ആണ് ഒബ്വിയസ്ലി ഒരു അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ വന്നിട്ട് ഫെയിലായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റീലിൻ്റെ അതിൻ്റെ മാക്സിമം ടെൻഷൻ എമൗണ്ടിലേക്ക് എത്തണം. അതിനാണ് നമ്മൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ദ ഫെയിലിയർ വിൽ ബി ദി ടെൻഷൻ ഫെയിലിയർ. ദെൻ ദർ ഇസ് സെക്കൻഡറി കംപ്രഷൻ ഫെയിലിയർ. എന്തുകൊണ്ട് സെക്കൻഡറി കംപ്രഷൻ ഫെയിലിയർ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഫെയിലായി കഴിഞ്ഞിട്ട് മാത്രമേ ഒബ്വിയസ്ലി അതിന് ചുറ്റുമുള്ള കോൺക്രീറ്റ് ഫെയിൽ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഫെയിലിയർ സെക്കൻഡറി കംപ്രഷൻ ഫെയിലിയർ എന്ന് പറയാം. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് പ്രൈമറി കംപ്രഷൻ ഫെയിലിയർ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം കൊളാപ്സ് ആവുന്നത് എന്താണ്, കോൺക്രീറ്റ് ആണ് കൊളാപ്സ് ആവുന്നത്. അവിടെ കംപ്രഷൻ ഫെയിലിയർ ആണ്, കംപ്ലീറ്റ്ലി കംപ്രഷൻ ഫെയിലിയർ ആയിരിക്കും ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ഡിസൈൻ എന്ന് പറയുന്നത് പെർമിറ്റഡ് അല്ല. കാരണം ബ്രിട്ടിൽ ഫെയിലിയർ ആണ് നടക്കുന്നത്. അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് കംപ്ലീറ്റ്ലി അലൗഡ് ആയിട്ട് ഉള്ളത്. നെക്സ്റ്റ് വൺ ഈസ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെക്ഷൻ. ഒരു പർട്ടിക്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് കോഡിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്, പക്ഷെ നമ്മൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഇനി അതും കൂടി കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻ ടു ലിവർ ആം. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫോഴ്സ് ഇൻ ടു ലിവർ ആം ആണ്. ലിവർ ആം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സിനിടയ്ക്കുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ലിവർ ആം എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ രണ്ട് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? വൺ ഈസ് ദി കംപ്രഷൻ എബവ് ദി ന്യൂട്രൽ ആക്സിസ്, നെക്സ്റ്റ് വൺ ഈസ് എ ടെൻഷൻ ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ ദ സ്റ്റീൽ ബിലോ ദി ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്കുള്ള ലിവർ ആം മൾട്ടിപ്ലൈഡ് ബൈ ദീസ് ടു ഫോഴ്സസ് എന്ന് പറയുമ്പോഴേക്കും ഒബിയസ്ലി കംപ്രഷൻ എന്ന് പറയുന്നത് ടെൻഷന് ഈക്വൽ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഫൈബറിൽ നിന്നും ഇറ്റ് ഈസ് 0.42 XU ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 42 XU ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലിവർ ആം ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ആക്ഷൻ ഓഫ് ദീസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് സ്മോൾ ഡി മൈനസ് 0.42 XU ആയിരിക്കും. ഓക്കെ, സ്മോൾ ഡി മൈനസ് 0.42 XU ആയിരിക്കും. ദാറ്റ് ഈസ് ദി ലിവർ ആം ലെങ്ത് ഇൻ കേസ് ഓഫ് ദിസ് കോൺക്രീറ്റ് സെക്ഷൻ. ഓക്കെ,
അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് MR ഇസ് ഈക്വൽ ടു കംപ്രഷൻ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം, അല്ലെന്നുണ്ടെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ആണ്. നമുക്കറിയാം ലിവർ ആം ഇസ് ഈക്വൽ ടു 0.42 ഇൻറ്റു XU ലിമിറ്റ് ആണ്. ഇവിടെ നമ്മൾ ബാലൻസ്ഡ് സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ XU വിൽ ബി ഈക്വൽ ടു XU ലിമിറ്റ് ആണ്. സോ 0.42 ടൈംസ് XU ലിമിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയം ഫെയിൽ ആവുന്നു. സോ ഇറ്റ് ഈസ് 0.36 FCK ഇൻറ്റു XU ലിമിറ്റ് ഇൻറ്റു B ഇൻറ്റു ലിവർ ആം, ദാറ്റ് ഇസ് D മൈനസ് 0.42 XU ലിമിറ്റ് ആയിരിക്കും. ദെൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ ടേംസിൽ എഴുതാം 0.87 FYAST ഇൻറ്റു D മൈനസ് 0.42 XU ലിമിറ്റ് എന്നും എഴുതാം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ്റെ കണ്ടീഷനിൽ നമുക്ക് XU ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് അറിയാം ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ കണ്ടീഷൻ. ഓരോ സ്റ്റീലിൻ്റെ ഈൽഡ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് XU ലിമിറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇപ്പോൾ FE 250 ആണെന്നുണ്ടെങ്കിൽ XU ലിമിറ്റിൻ്റെ വാല്യൂ വന്നിട്ട് 0.53D ആണ്. FE 415 ആണെങ്കിൽ 0.48D ആണ്. FE 500 0.46D ആണ്. അപ്പോൾ ഈ XUവിൻ്റെ വാല്യൂ നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. കംപ്രഷൻ ഇക്വേഷനുമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഒരു ഫോം ഉണ്ട്. ദാറ്റ് ഇസ് MR ഇസ് ഈക്വൽ ടു Q ടൈംസ് B ഇൻറ്റു D സ്ക്വയർ. അപ്പോൾ ഈ ക്യൂവിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഡെറിവേഷനിൽ വഴി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. ഈ ക്യൂ എന്ന് പറയുന്നത് സം ഫാക്ടർ, ആ ഒരു ഫാക്ടറെ നമ്മൾ ക്യാപിറ്റൽ X ആയിട്ട് എടുക്കാൻ നോക്കാം. സം ഫാക്ടർ ഇൻറ്റു XCK ആയിരിക്കും ഈ ക്യൂ എന്ന് പറയുന്നത്. സം മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഇൻറ്റു FCK ഇൻറ്റു BD സ്ക്വയർ ആയിരിക്കും മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഓരോ സ്റ്റീലിൻ്റെ കേസിലും ലെറ്റ് സി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 3 എണ്ണത്തിൻ്റെ കേസിൽ 3 ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MU ലിമിറ്റ് എന്ന് നമുക്ക് പറയാം. MU ലിമിറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദി മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓരോ സ്റ്റീലിൻ്റെ കേസിലും എത്രയാണ് വരുന്നതെന്ന് നോക്കാം. എന്നിട്ട് 0.149 FCK BD സ്ക്വയർ. FE 415ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 0.138 FCK BD സ്ക്വയർ. In case of FE 500 it is 0.133 FCK BD സ്ക്വയർ ആണ്. Okay, so these are the values for the limiting value of moment of resistance. Balanced സെക്ഷൻ്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. സോ ദീസ് ആർ ദ വാല്യൂ ഓഫ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ, ബാലൻസ്ഡ് സെക്ഷൻ അല്ലാന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് ദി ടെൻഷൻ സ്റ്റീൽ എത്രയാണ് ഇൻ ടേംസ് ഓഫ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ഇക്വേറ്റ് ബിറ്റ്വീൻ ദി C ആൻഡ് T, അതായത് കംപ്രസീവ് ഫോഴ്സും ടെൻഷൻ ഫോഴ്സും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ASTയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ്, ബാലൻസ്ഡ് കണ്ടീഷനിലുള്ള ഈ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. AST കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ XU കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ MRൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് കംപ്രഷനും ടെൻഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതെല്ലാം ബാലൻസിൻ്റെ കേസാണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ XU ലിമിറ്റ് എടുത്തത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എല്ലാം XU തന്നെയാണ്. ഓവർ റീഇൻഫോഴ്സ്ഡിൻ്റെ കേസിൽ വരുമ്പോഴേക്കും നമുക്കറിയാം കോൺക്രീറ്റ് അതിൻ്റെ മാക്സിമം സ്ട്രെസ്സിലേക്ക് വരികയും ടെൻസൈൽ സ്റ്റീൽ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം കണ്ടീഷനിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ സ്ട്രെസ്സിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ സ്ട്രെസ്സിൻ്റെ സ്റ്റീൽ എന്ന് പറയുന്ന FST എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി ലെസ് ദാൻ 0.87 FYയേക്കാളും കുറവായിരിക്കും ഇൻ കേസ് ഓഫ് ദി ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. So these are the important case related to the limit state method.